السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعواهم الحمد لله رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധു മക്കളോടൊപ്പമുള്ള ഈ പ്രത്യേകമായ പ്രാർത്ഥനയുടെ സദസ്സിനെ പരിപൂർണമായ വിജയത്തിൻ്റെ വഴിയായി അള്ളാഹു തീർത്തുമാറാകട്ടെ. എന്തെല്ലാം ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരെല്ലാം ഈ മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, അവരുടെ ഹലാലായ മുഴുവൻ മുറാദുകളെയും അർഹമുർ റഹീമായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു അവർക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും നിലനിർത്തി തരട്ടെ. വിശേഷമായി ഇന്നത്തെ ദിവസം ഈ സ്ഥാപനത്തിലെ ഈ സാധുമക്കളോടും ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള ഇവിടെ വന്നു ചേർന്ന വെമ്പായം അബ്ദുൽ ഹക്കീം എന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ നീയത്തുകളെ ഒക്കെ അള്ളാഹു സഫലമാക്കട്ടെ. എന്തെല്ലാം നീയത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ അതിനെ ഒക്കെ റഹ്മാൻ റഹീമായ റബ്ബ് സഫലമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മാമ ഹസൻ കുഞ്ഞി എന്നവർ മരണപ്പെട്ടിട്ട് 2ാമത്തെ ആണ്ടാവുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. ആ പിതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ പരലോകം അല്ലാഹു നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തെല്ലാം പുണ്യകർമ്മങ്ങളാണോ ആ പിതാവിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് അതിനെയൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന് അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്തും ഐശ്വര്യവും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ഖൈറിൻ്റെ ഉയർച്ചയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ, എളുപ്പമാക്കട്ടെ. എല്ലാ പല മുസീബാത്തുകളിൽ നിന്ന് അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അതുപോലെ അഞ്ചൽ റഹീം എന്ന സഹോദരൻ്റെ മാതാപിതാക്കളായ സ്വാലിഹ ഉമ്മാണ് മുഹമ്മദ് കൺ എന്നിവർ 2 പേരും മരണപ്പെട്ടു പോയി. അള്ളാഹു റഹം അള്ളാഹു 2 പേർക്കും പുറത്തു കൊടുക്കട്ടെ. സ്വർഗ അവകാശികൾ അള്ളാഹു പെടുത്തുമാർ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ഓരോരുത്തരുടെയും എന്തെല്ലാം സന്തോഷങ്ങളും കാര്യങ്ങളുമുണ്ട് അതിനൊക്കെ അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അഞ്ചൽ നിസാമുദ്ദീൻ എന്ന സഹോദരൻ അള്ളാഹു ശരീരത്തിന് സുഖം കൊടുക്കട്ടെ. ജോലിയിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഖൈറും ഐശ്വര്യങ്ങളും ഇരുലോകത്തും അള്ളാഹു നൽകുമാറാകട്ടെ. വെഞ്ഞാറമൂട് റിബിൻ എന്ന സഹോദരിയുടെ പിതാവിൻ്റെ 5ാമത്തെ ആണ്ടാണ്. അള്ളാഹു ആ പിതാവിനെ കബൂൽ ചെയ്യട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ കണ്ണത്താദൂരം വിശാലമാക്കപ്പെടുന്ന ഖബർ ജീവിതം അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ചെങ്കോട്ട സയ്യിദ് അലി ഫാത്തിമ എന്ന സഹോദരി അള്ളാഹു സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അവരാഗ്രഹിക്കുന്നത് പോലെ സ്വാലിഹായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള വഴികളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് വർഷങ്ങളായി ഈ പ്രസ്ഥാനത്തിൻ്റെ സഹായിയായിട്ടുള്ള എല്ലാ മാസവും ഇതുവായി പ്രതീക്ഷയോടെ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുന്ന കൊല്ലം ചന്ദനത്തോപ്പ് അബ്ദുൽ നസീർ എന്ന സഹോദരൻ അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ. കുടുംബാദികളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഖൈറിൻ്റെ ഉത്തമ മാതൃകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ്റെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദുഃഖിക്കുന്ന ആ ദുഃഖവും അതിൻ്റെ അവസ്ഥയും അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങളെ ഒക്കെ അറിയുന്ന റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇനി ഒരു
വിഷമത്തിൻ്റെ അസ്വസ്ഥതയുടെ ഒന്നും ബാക്കിയില്ലാതെ പരിപൂർണമായി റാഹത്താക്കി കൊടുക്കട്ടെ. എത്രയും വേഗം പരിപൂർണമായ അത്ഭുതകരമായ അസറുള്ള നാവായി ആ നാവിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈറാത്തുകളെയും അള്ളാഹു പഠിപ്പിക്കട്ടെ. ആമീൻ 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 ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوددنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير. أرحم الرحيم يا ദയാലുവായ അല്ലാഹ്, കാരുണ്യകടലായ സ്നേഹനിധിയായ റഹ്മാനെ, ഈ സാധുക്കളായ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പടച്ച റബ്ബേ, ഒറ്റയ്ക്ക് കൂട്ടായി ഈ നിമിഷം വരെ ഈ മജ്‌ലിസിൽ ചെയ്യപ്പെട്ട എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ പടച്ചവനെ കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നിന്റെ പ്രത്യേകമായ മഹദും ഫദ്ലും കൊണ്ട് സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ, ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തു കൊണ്ടുവന്നവരുണ്ടോ അവരുടെ മുഴുവൻ മുറാദുകളെ നീ നിറവേറ്റണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരുടെ രോഗത്തിന് ശമനം നൽകണം അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കാരുണ്യവാനായ റഹ്മാനെ, അല്ലാഹുവേ, ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ടോ, വീട് കുടുംബമൊക്കെയായി ബന്ധപ്പെട്ട വിഷമതകൾ പറഞ്ഞവരുണ്ടോ റബ്ബേ, ഒക്കെ നീ പരിഹരിച്ചു കൊടുക്കണം അല്ലാഹ്. എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളെ നീ അടുപ്പിച്ച് തരണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനായ റബ്ബേ, എന്തെല്ലാം നിയ്യത്തുകളുമായി വന്നാരെല്ലാം ഉണ്ടോ, വിശിഷ്യ മരണപ്പെട്ട് നിന്നിലേക്ക് വിളിക്കപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവരായ ബന്ധുവിന് വേണ്ടി, മാമാക്ക് വേണ്ടിയിട്ട് ദുആ വസിയത്ത് കൊണ്ടുവന്ന മനുഷ്യരുണ്ട് അല്ലാഹ്. ആ പിതാവിന് വേണ്ടി അവർ ചെയ്ത നന്മ എന്താണോ അതിന് പരിപൂർണ പ്രതിഫലം നൽകണം അല്ലാഹ്. അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ശാരീരികമായി മാനസികമായി പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഇടങ്ങേറുകളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ.
അല്ലാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഇടങ്ങേറുകളും മാറ്റണം അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണം അല്ലാ. ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. ഖൈറാത്തുകൾ നീ അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഈ ദുആ ഇന്ന് നീ സ്വീകരിക്കണം അല്ലാ. പടച്ചവനെ നാട്ടിലും പ്രവാസ ലോകത്തും വിധങ്ങളായ വിദൂര ദിക്കുകളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ സഹകാരികളായി കഴിയുന്ന പലരുമുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ എല്ലാ വിഷമതകളും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ കാരുണ്യവാനായ റഹ്മാനെ നിന്റെ പരിപാവനമായ ഹജ്ജത്തുൽ വദാ ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ ഈ പുണ്യകർമ്മത്തിനെ ആഗ്രഹിച്ചു കൊണ്ടുവരുന്നവരുണ്ട് റബ്ബേ. അവരിൽ ഒരാളെ പോലും നീ പാഴാക്കി കളയില്ല അല്ലാ. അല്ലാഹുവേ എത്രയും വേഗം ആ പുണ്യമായ മണ്ണിൽ നിരവധി തവണ എത്താൻ സന്തോഷത്തോടെ റാഹത്തായി ദീനിയായി ദുനിയായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ മുഴുവനും നിറവേറ്റണേ അല്ലാഹ്. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.